നമസ്കാരം. എല്ലാവർക്കും സക്സസ് PSCയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് വിറ്റാമിനുകളെ കുറിച്ചാണ്. പ്രധാനമായും 6 വിറ്റാമിനുകളാണുള്ളത്. വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ എന്നിങ്ങനെ 6 പ്രധാന വിറ്റാമിനുകളാണുള്ളത്. വിറ്റാമിൻ ബിയെ വീണ്ടും 8 വിറ്റാമിനുകളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. വിറ്റാമിൻ B1, വിറ്റാമിൻ B2, വിറ്റാമിൻ B3, വിറ്റാമിൻ B5, വിറ്റാമിൻ B6, വിറ്റാമിൻ B7, വിറ്റാമിൻ B9, വിറ്റാമിൻ B12 എന്നിങ്ങനെ 8 വിറ്റാമിനുകളാക്കിയാണ് വീണ്ടും ബിയെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. വിറ്റാമിൻ B1 മുതൽ B9 വരെ പഠിക്കുന്നതിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ല. B4ഉം B8നെയും ഒഴിവാക്കി കഴിഞ്ഞാൽ വിറ്റാമിൻ B1, B2, B3, B5, B6, B7, B9. അതിനുശേഷം 10ഉം 11ഉം ഇല്ല, 12. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? വിറ്റാമിൻ B1, B2, B3, B5, B6, B7, B9, B12. ഈ ബി വിറ്റാമിനുകളെ ഒന്നിച്ച് പറയുന്ന ഒരു പേരുണ്ട്, അതാണ് ബി കോംപ്ലക്സ്. അപ്പോൾ ഏതൊക്കെ വിറ്റാമിനുകളാണുള്ളത്? വിറ്റാമിൻ എ, ബി, സി, ഡി, ഇ, കെ. അതിനുശേഷം ബിയെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എത്ര എണ്ണാക്കിയാണ്? 8 എണ്ണം. അത് B1, B2, B3, B5, B6, B7, B9, B12. ഇതിനെ നമ്മൾ ബി കോംപ്ലക്സുകൾ എന്ന് വിളിക്കുന്നു. അടുത്തതായി ആരാണ് വിറ്റാമിനുകൾക്ക് ആ പേര് നൽകിയതെന്ന് നോക്കാം. വിറ്റാമിനുകൾക്ക് ആ പേര് നൽകിയ എന്ന് വിളിക്കുന്നു. ആരാണ് വിറ്റാമിനുകൾക്ക് ആ പേര് നൽകിയതെന്ന് നോക്കാം. വിറ്റാമിനുകൾക്ക് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞന്റെ പേരാണ് കാസ്മിയർ ഫങ്ക്. കാസ്മിയർ ഫങ്ക് എന്ന ശാസ്ത്രജ്ഞനാണ് വിറ്റാമിനുകൾക്ക് ആ പേര് നൽകിയത്. അടുത്തതായി ഒരു കാര്യം നോക്കാം. വിറ്റാമിനുകൾ വേറൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. കോ എൻസൈം. കോ എൻസൈം എന്ന പേരിലും വിറ്റാമിനുകൾ അറിയപ്പെടുന്നുണ്ട്. ജീവകങ്ങൾ കോ എൻസൈം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. നമുക്ക് വിറ്റാമിനുകളെ രണ്ടായി ഡിവൈഡ് ചെയ്യാം. ഒന്ന്, വാട്ടർ സോല്യൂബിൾ വിറ്റാമിനുകൾ ബിയും സിയും. രണ്ടാമത്തേതായ ഫാറ്റ് സോല്യൂബിൾ വിറ്റാമിനുകൾ എ, ഡി, ഇ, കെ. അപ്പോൾ വാട്ടർ സോല്യൂബിൾ വിറ്റാമിൻ ബിയും സിയുമാണ്. വാട്ടർ സോല്യൂബിൾ എന്ന് വെച്ചാൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയുമാണ്. അടുത്തത് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. അത് വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ എന്നിങ്ങനെ 4 വിറ്റാമിനുകളാണ് ഫാറ്റ് സോല്യൂബിൾ. ഇത് പഠിക്കാനൊരു എളുപ്പവഴി എന്താണെന്ന് വെച്ചാൽ ഫാറ്റ് സോല്യൂബിൾ, അതായത് ഫാറ്റ് എന്ന് വെച്ചാൽ കൊഴുപ്പ്. കൊഴുപ്പ് കേടാണ്. KEDA. വിറ്റാമിൻ കെ, വിറ്റാമിൻ ഇ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ എ. വിറ്റാമിൻ കേടാണ്. അപ്പോൾ ഫാറ്റ് സോല്യൂബിൾ വിറ്റാമിൻ എ, ഡി, ഇ, കെയും വാട്ടർ സോല്യൂബിൾ ബിയും സിയും. അടുത്തത് വിറ്റാമിനുകളും അതിൻ്റെ കെമിക്കൽ പേരുകളും നോക്കാം, അതായത് രാസനാമങ്ങളും നോക്കാം. വിറ്റാമിൻ എ റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. വിറ്റാമിൻ B1 തയാമിൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. വിറ്റാമിൻ B2 റൈബോഫ്ലാവിൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. വിറ്റാമിൻ B3 നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. വിറ്റാമിൻ B5 പാൻറ്റോതെനിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. വിറ്റാമിൻ B6 പിരിഡോക്സിൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. വിറ്റാമിൻ B7 ബയോട്ടിൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. വിറ്റാമിൻ B9 ഫോളിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. വിറ്റാമിൻ B12 സൈനോകൊബാലമൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. വിറ്റാമിൻ ഡി കാൽസിഫെറോൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. വിറ്റാമിൻ ഇ ടോക്കോഫെറോൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. വിറ്റാമിൻ കെ ഫൈലോക്വിനുൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഇത് പഠിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു 4-5 തവണ വായിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈസിയായി പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അടുത്തത് ഓരോ വിറ്റാമിനുകളെ കുറിച്ചും ഡീറ്റെയിൽ ആയി പഠിക്കാൻ നോക്കാം. അപ്പോൾ വിറ്റാമിൻ എ റെറ്റിനോൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ റെറ്റിനോൾ എന്ന പേര് റെറ്റിന എന്ന വാക്കുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാം. റെറ്റിന എവിടെയുള്ളതാണ്? കണ്ണിലെ ഒരു ഭാഗമാണ് റെറ്റിന. അപ്പോൾ വിറ്റാമിൻ എ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമുള്ളതാണെന്ന് നമുക്ക് അങ്ങനെ ഓർത്ത് വയ്ക്കാം. അപ്പോൾ വിറ്റാമിൻ എ റെറ്റിനോൾ
വിറ്റാമിൻ എ കണ്ണിൻ്റെ ആരോഗ്യത്തിനെ ബാധിക്കുന്നു. പിന്നെ വിറ്റാമിൻ എ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ലഭിക്കുക? വിറ്റാമിൻ എ ഇലക്കറികളിൽ നിന്നും പാലിൽ നിന്നുമൊക്കെ കിട്ടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ. കൂടുതലുള്ള വിറ്റാമിൻ എ എവിടെയാണ് സംഭരിച്ചു വെക്കുക? കരളിലാണ് സംഭരിച്ചു വെക്കുക. പിന്നെ അടുത്തതായി രണ്ട് വർണ്ണവസ്തുക്കൾ വിറ്റാമിൻ എ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് റോഡോപ്സിനും മറ്റേത് അയോഡോപ്സിനും. റോഡോപ്സിൻ മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നു. അയോഡോപ്സിനോ തീവ്ര പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നു. അപ്പോൾ വിറ്റാമിൻ എ രണ്ട് വർണ്ണവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഒന്ന് റോഡോപ്സിനും ഒന്ന് അയോഡോപ്സിനും. റോഡോപ്സിൻ മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നു. അയോഡോപ്സിൻ തീവ്ര പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നു. വിറ്റാമിൻ എ എന്ന പേരിൽ ബീറ്റ കാരോട്ടിൻ അറിയപ്പെടുന്നു. ബീറ്റ കാരോട്ടിൻ വിറ്റാമിൻ എ എന്ന പേരിൽ അറിയപ്പെടുന്നു. വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി ഡിസീസ് അല്ലെങ്കിൽ അപര്യാപ്തത രോഗം എന്താണെന്ന് നോക്കാം. അത് എന്തായാലും നമ്മൾക്കറിയാം, റെറ്റിന അല്ലെങ്കിൽ കണ്ണുമായി ബന്ധപ്പെട്ട കാര്യം ഒക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ എന്താണ് ഡെഫിഷ്യൻസി ഡിസീസ്? ഒന്ന് നിശാന്തതയും ഒന്ന് സീറോഫ്താൽമിയയും. അപ്പം നിശാന്തത എന്ന് വെച്ചാൽ രാത്രി കാഴ്ച മങ്ങുക അല്ലെങ്കിൽ കാഴ്ച ഇല്ലാതാവുക, അതൊക്കെയാണ് നിശാന്തത. അടുത്തത് സീറോഫ്താൽമിയ എന്ന് വെച്ചാൽ കോർണിയ വരണ്ടു പോകുന്ന അവസ്ഥ. ഇതുമൂലം കണ്ണീരൊക്കെ നമ്മളുടെ കണ്ണിൽ നിന്ന് ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതാണ് സീറോഫ്താൽമിയ. അപ്പോൾ ഡെഫിഷ്യൻസി ഡിസീസ് ഒന്ന് സീറോഫ്താൽമിയയും മറ്റേത് നിശാന്തതയുമാണ്. അപ്പോൾ വിറ്റാമിൻ എ എന്താണെന്നും കൂടി നോക്കാം. പച്ചക്കറികളിൽ നിന്നും പാലിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ. കരളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിൻ എ കരളിൽ സംഭരിച്ചു വെക്കുന്നു. കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. രണ്ട് വർണ്ണ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു, റോഡോപ്സിൻ, അയോഡോപ്സിൻ. വിറ്റാമിൻ എ ബീറ്റ കാരോട്ടിൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നെ രണ്ട് ഡെഫിഷ്യൻസി ഡിസീസുകളുണ്ട്. ഒന്ന് നിശാന്തത, ഒന്ന് സീറോഫ്താൽമിയ. നിശാന്തത രാത്രി കണ്ണ് കാണാണ്ടിരിക്കുന്ന അവസ്ഥ. സീറോഫ്താൽമിയ കണ്ണിൽ നിന്ന് ഇല്ലാതാവുന്ന അവസ്ഥ അല്ലെങ്കിൽ കോർണിയ വരണ്ടു പോകുന്ന അവസ്ഥ. അടുത്തത് വിറ്റാമിൻ B1 തയാമിൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. വിറ്റാമിൻ B1ന്റെ കെമിക്കൽ നെയിം എന്താണ്? തയാമിൻ തവിടിൽ ധാരാളമുണ്ട്. തവിടിലും തയാമിൻ, തവിടിൽ തയാമിൻ. ഓക്കെ, അപ്പോൾ വിറ്റാമിൻ B1 തയാമിൻ ആണ് രാസനാമം. തവിടിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നു. പിന്നെ കാർബോഹൈഡ്രേറ്റിനെ എനർജിയാക്കി മാറ്റാൻ നമ്മളുടെ വിറ്റാമിൻ B1 അല്ലെങ്കിൽ തയാമിൻ സഹായിക്കുന്നു. കാർബോഹൈഡ്രേറ്റ് എന്ന് വെച്ചാൽ അന്നജം, എനർജി, ഊർജം. അപ്പോൾ അന്നജത്തെ ഊർജമാക്കി മാറ്റാൻ സഹായിക്കുന്നതാണ് തയാമിൻ. ഡെഫിഷ്യൻസി ഡിസീസ് എന്താണ്? ഇതിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. ഈ ബെറിബെറി എന്ന് വെച്ചാൽ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അടുത്തതായി വിറ്റാമിൻ B2 അല്ലെങ്കിൽ റൈബോഫ്ലാവിൻ. പാലിൽ നേരിയ മഞ്ഞ നിറം നൽകുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ B2 അല്ലെങ്കിൽ റൈബോഫ്ലാവിൻ. നമ്മൾ സൂര്യൻ്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ സൂര്യൻ്റെ ചൂടിൽ ഡയറക്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്ന ഒരു വിറ്റാമിൻ കൂടിയാണ് റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ വിറ്റാമിൻ B2. ഇതിൻ്റെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന അസുഖമാണ് അല്ലെങ്കിൽ രോഗമാണ് വായ്പുണ്ണ് അല്ലെങ്കിൽ മൗത്ത് അൾസർ. അടുത്തതായി വിറ്റാമിൻ B3. വിറ്റാമിൻ B3 നമ്മൾ വേറൊരു പേരിൽ അറിയപ്പെടുന്നുണ്ടല്ലോ. രാസനാമം എന്താണ്? നയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. വിറ്റാമിൻ B3യുടെ ഡെഫിഷ്യൻസി ഡിസീസ് എന്താണ്? പെല്ലഗ്രയാണ് വിറ്റാമിൻ B3യുടെ ഡെഫിഷ്യൻസി ഡിസീസ്. ഇതിൻ്റെ രാസനാമം എന്തൊക്കെയാണ്? നയാസിനും നിക്കോട്ടിനിക് ആസിഡും. അടുത്തത് വിറ്റാമിൻ B5. വിറ്റാമിൻ B5 പാൻറ്റോത്തിനിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്താണ് ഇത് പഠിക്കാൻ ഒരു എളുപ്പവഴി എന്ന് വെച്ചാൽ നമുക്കറിയാം പെൻറ്റഗൺ അല്ലെങ്കിൽ പെൻറ്റ എന്ന വാക്കിൻ്റെ അർത്ഥം 5 എന്നാണ്. അപ്പോൾ വിറ്റാമിൻ B5 പെൻറ്റാത്തിനിക് ആസിഡ്. അപ്പോൾ വിറ്റാമിൻ B5 ആണ് എന്തായാലും പെൻറ്റാത്തിനിക് ആസിഡ് 5 B5. അപ്പോൾ
വിറ്റാമിൻ B5 പെൻറ്റാത്തിനിക് ആസിഡ്. ഇതിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പരസ്തീഷ്യ. അടുത്തത് വിറ്റാമിൻ B6 പിരിഡോക്സിൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ, കൂടാതെ ഉറക്കമില്ലായ്മയും. അടുത്തത് വിറ്റാമിൻ B7 ബയോട്ടിൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. വിറ്റാമിൻ H എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ B7 അല്ലെങ്കിൽ ബയോട്ടിൻ. അടുത്തതായി വിറ്റാമിൻ B9 ഫോളിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. RBCയുടെ നിർമ്മാണത്തിന് ഏറ്റവും ആവശ്യമായ ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ B9. ഗർഭിണികൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു വിറ്റാമിൻ കൂടിയാണ് വിറ്റാമിൻ B9 അല്ലെങ്കിൽ ഫോളിക് ആസിഡ്. ഇതിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ. അടുത്തത് വിറ്റാമിൻ B12, സൈനോകൊബാലമൈൻ എന്ന പേരിൽ കൂടി വിറ്റാമിൻ B12 അറിയപ്പെടുന്നു. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. നമ്മളുടെ ഈ വിറ്റാമിൻ B12 കൊബാൾട്ട് അടങ്ങിയിരിക്കുന്നു. വിറ്റാമിൻ അയൺ അല്ലെങ്കിൽ ഇരുമ്പിനെ ആഗിരണം ചെയ്യാനുള്ള ഒരു കഴിവ് കൊബാൾട്ടിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൊബാൾട്ട് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അയണിനെ ആഗിരണം ചെയ്യാനുള്ള ഒരു കഴിവ് കൊബാൾട്ടിനുണ്ട്. പിന്നെ മഴവെള്ളത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ B12. ഇതിന്റെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് പെർനീഷ്യസ് അനീമിയാണ് വിറ്റാമിൻ B12ന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗം. അടുത്തത് വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ഒരു വിറ്റാമിൻ കൂടിയാണ് വിറ്റാമിൻ സി അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡ്. ആഹാരം ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ സി. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്ന പേരിലും വിറ്റാമിൻ സി അറിയപ്പെടുന്നു. നാരങ്ങ, നെല്ലിക്ക, ഓറഞ്ച് എന്നിവയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ സി. ഇതിന്റെ ഡെഫിഷ്യൻസി മൂലം മുറിവൊക്കെ ഉണങ്ങാൻ വളരെയേറെ കാലതാമസം എടുക്കാറുണ്ട്. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ഒരു വിറ്റാമിനും കൂടിയാണ് വിറ്റാമിൻ സി. അപ്പോൾ എന്തൊക്കെയാണ് വിറ്റാമിൻ സി? ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അസ്കോർബിക് ആസിഡ് രാസനാമമാണ് അസ്കോർബിക് ആസിഡ്. വിറ്റാമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് സ്കർവി വേറൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ടല്ലോ, അതെന്താണ്? സെയിലേഴ്സ് പ്ലാഗ് എന്ന പേരിലും കൂടി അറിയപ്പെടുന്ന ഒരു രോഗമാണ് സ്കർവി. മോണയിലെ രക്തസ്രാവമൊക്കെയാണ് വിറ്റാമിൻ സിയുടെ ഡെഫിഷ്യൻസി രോഗമായ സ്കർവിയുടെ രോഗലക്ഷണം. അടുത്തത് വിറ്റാമിൻ ഡി അല്ലെങ്കിൽ കാൽസിഫെറോൾ. ഫുഡിൽ നിന്ന് ലഭിക്കാത്ത ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. ഫുഡിൽ നിന്ന് ലഭിക്കില്ല. കൂടാതെ നമുക്കിത് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സൺലൈറ്റിൽ നിന്നാണ് നമ്മൾക്ക് വിറ്റാമിൻ ഡി ലഭിക്കുക. പിന്നെ നമ്മളുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായ ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. കാൽഷ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നു. നമുക്കറിയാം നമ്മളുടെ എല്ലും പല്ലൊക്കെ കാൽഷ്യമാണ്. അപ്പോൾ നമ്മളുടെ വിറ്റാമിൻ ഡി എന്താണ്? കാൽസിഫെറോളിൽ തന്നെ ഒരു കാൽഷ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ കാൽഷ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. അപ്പോൾ നമ്മളുടെ പല്ലിൻ്റെയും എല്ലിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. സൺഷൈൻ വിറ്റാമിൻ എന്നും ആൻറ്റി റിക്കറ്റിക് വിറ്റാമിൻ എന്നും സ്റ്റീറോയിഡ് വിറ്റാമിൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി 2 എർഗാസിഫെറോൾ എന്ന പേരിലും വിറ്റാമിൻ ഡി 3 കോൾകാസിഫെറോൾ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഡെഫിഷ്യൻസി ഡിസീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 റിക്കറ്റ് ആണ്. കുട്ടികളിൽ കണ അല്ലെങ്കിൽ റിക്കറ്റും മുതിർന്നവരിൽ ഓസ്റ്റിയോ മലേഷ്യയുമാണ്
വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. ഓസ്റ്റിയോമലേഷ്യ എന്ന് വെച്ചാൽ നമ്മളുടെ എല്ല് സോഫ്റ്റായി പെട്ടെന്ന് ഫ്രാക്ചർ ഒക്കെ ആകുന്ന ഒരു അവസ്ഥയാണ് ഓസ്റ്റിയോമലേഷ്യ. എല്ല് സോഫ്റ്റ് ആവുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുമൂലം നമ്മളുടെ പെട്ടെന്ന് നമ്മൾക്ക് ഒരു അപകടം ഏതെങ്കിലും കൈ എവിടെയെങ്കിലും മുട്ടുമ്പോഴേക്കും നമ്മളുടെ കൈ പെട്ടെന്ന് എല്ല് പൊട്ടുന്നൊക്കെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അടുത്തത് വിറ്റാമിൻ ഇ ടോക്കോഫെറോൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. വിറ്റാമിൻ ഇ ടോക്കോഫെറോൾ ആണ്. ഹോർമോണായി കണക്കാക്കപ്പെടുന്ന ഒരു വിറ്റാമിൻ കൂടിയാണ് വിറ്റാമിൻ ഇ. അതുപോലെ നമ്മളുടെ റിപ്രൊഡക്ഷന് ആവശ്യമായ ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ ഇ. വന്ധ്യതയ്ക്കും അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റിക്കും കാരണമായ ഒരു വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ടോക്കോഫെറോൾ ആണ്, അല്ലെങ്കിൽ വിറ്റാമിൻ ഇ ആണ്. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ ഇ അല്ലെങ്കിൽ ടോക്കോഫെറോൾ. ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ഏറ്റവും ആവശ്യമായ ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ ഇ. വിറ്റാമിൻ ഇ ബ്യൂട്ടി വിറ്റാമിൻ എന്നും അല്ലെങ്കിൽ ആന്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്നൊക്കെ അറിയപ്പെടുന്നു. വിറ്റാമിൻ ഇ ബ്യൂട്ടി വിറ്റാമിൻ എന്നും ആന്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അടുത്തത് വിറ്റാമിൻ കെ. വിറ്റാമിൻ കെ ഫൈലോക്വിനോൺ, രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ കെ. കൊയാഗുലേഷൻ വിറ്റാമിൻ എന്ന പേരിലും വിറ്റാമിൻ കെ അറിയപ്പെടുന്നുണ്ട്. ഇതിന്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അഭാവം മൂലം എന്താണ് ഉണ്ടാകുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതെന്തായിരിക്കും? രക്തസ്രാവമാണ് വിറ്റാമിൻ കെയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വിറ്റാമിൻസ് എന്ന ടോപ്പിക് വളരെ സിമ്പിളാണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ആകെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വിറ്റാമിനുകളുടെ പേര് പഠിക്കുന്നതിലാണ്. അതും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. 2-3 തവണ ഒന്ന് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു.